വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ മഖാന അല്ലെങ്കിൽ ഫോക്സ് നട്ട്സ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു ഖീറിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് മഖാന ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. 2 കപ്പ് എടുത്തേക്കുന്നത്. ഇത് ഈ വാട്ടർ ലില്ലിയുടെ സീഡ്സ് ആണ്. ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് ഈ മഖാന. ഇത് ആദ്യം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്യാം. നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നല്ല ഹാർഡായിട്ട് നല്ല പൊടിഞ്ഞു വരണം. ഇതേപോലെ വരും. ഇതിനി കൂളാവണം. നന്നായിട്ട് കൂളായ ശേഷം വേണം നമുക്ക് പൊടിച്ചെടുക്കാൻ. അപ്പം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത് ചൂടാറി അതിൽ ഒരു കപ്പ് നമുക്ക് മാറ്റി വെക്കാം. ബാക്കിയുള്ളത് നമുക്ക് പൊടിച്ചെടുക്കണം. അപ്പോൾ ഒരു മിക്സിയുടെ ചെറിയ ബൗളിലേക്ക് ഇടാം. അപ്പോൾ ഇതിനൊന്നുകൂടെ ഒരു ഫ്ലേവർ കൊടുക്കാനായിട്ട് ഞാൻ കുറച്ച് നട്ട്സും കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് ടോസ്റ്റ് ചെയ്യും. ഒരു 2 ടീസ്പൂൺ നട്ട്സേ ഉള്ളൂ. ചോപ്പ് ചെയ്തതാണ്. അതുകൂടി ഇതിൻ്റെ കൂടെ ഇട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇത് റെഡിയാണ്. അപ്പോൾ നട്ട്സിൻ്റെയും ആ ചൂട് നന്നായിട്ട് പോയ ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാം. നമ്മൾ നന്നായിട്ട് ടോസ്റ്റ് ചെയ്തിട്ട് പെട്ടെന്ന് പൊടിഞ്ഞു വരും. ഇതേപോലെ പൊടിഞ്ഞ് കിട്ടി. ഖീർ അല്ലെങ്കിൽ പായസം ഉണ്ടാക്കാനായിട്ട് നമുക്ക് 2 കപ്പ് പാൽ ചൂടാക്കാം. 1/2 ലിറ്റർ പാലാണ്. 1 കപ്പ് എന്ന് പറയുമ്പോൾ 250 ml ആണ്. അപ്പോൾ 2 കപ്പ് പാല്. അപ്പോൾ പാല് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഈ പാലിൽ കുറച്ചെടുത്തിട്ട് ഇച്ചിരി സാഫ്രണിലേക്ക് ഒഴിക്കണം. പാല് നന്നായിട്ട് ചൂടായി. ഞാൻ ഇവിടെ ഒരു ചെറിയ പിഞ്ച് സാഫ്രൺ എടുത്തിട്ടുണ്ട്, കുങ്കുമപ്പൂ. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ പാല് ചേർത്ത് വെക്കാം. മാറ്റി വെക്കാം. അത് നല്ലൊരു കളറിനും പിന്നെ നല്ലൊരു ഫ്ലേവറിനും വേണ്ടിയിട്ടാണ് കുങ്കുമപ്പൂ ചേർക്കുന്നത്. കുങ്കുമപ്പൂ ഇല്ല എങ്കിൽ അതങ്ങ് ഒമിറ്റ് ചെയ്യുക. നമ്മുടെ ഖീർ ഇച്ചിരി വെളുത്തിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പൊടിച്ചു വെച്ചേക്കുന്ന മഖാനയിലേക്ക് കുറച്ച് പാല് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ തിളയ്ക്കുന്ന പാലിലേക്ക് ഒഴിക്കുക. അപ്പോൾ ഇത് നമ്മുടെ ഖീർ ഒന്ന് തിക്കാവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ ചേർക്കുന്നതുകൊണ്ട് ഒരു 5 മിനിറ്റ് തിളയ്ക്കണം. ഹൈ ഫ്ലെയിമിലാണ്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഖീറൊക്കെ അത്യാവശ്യം തിക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് പഞ്ചസാര ചേർക്കാം. ഞാൻ ചേർക്കുന്നത് 1/8 കപ്പാണ്. 1/4 കപ്പിൻ്റെ പകുതി. മധുരം എപ്പോഴും നമ്മുടെ പേഴ്സണൽ പ്രിഫറൻസ് അനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ നമ്മൾ കാഷ്യൂ നട്ട്സും അതുപോലെ മഖാനയും കൂടെ ഒരുമിച്ച് പൊടിച്ചതുകൊണ്ട് രണ്ടും തിക്കാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും പാലിനെ. സാഫ്രൺ ചേർത്ത പാലും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ടോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന 1 കപ്പ് മഖാനയും കൂടെ ചേർക്കാം. 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി. ഇത് ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സ് വറുത്ത് നെയ്ക്കകത്ത് വറുത്ത് ഇതിനകത്തേക്ക് ചേർക്കാനായിട്ടുണ്ട്. നട്ട്സ് വറുക്കാനായിട്ട് ഒരു 2 ടീസ്പൂൺ നെയ്യ് ചൂടാക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നട്ട്സ് ചേർക്കാം. നട്ട്സ് ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ ഇതിലേക്ക് ചേർക്കാം. അതേപോലെ തന്നെ ഒരു പിഞ്ച് ഓഫ് സോൾട്ടും കൂടെ ചേർക്കാം. വളരെ ഈസിയാണ് മഖാന ഖീർ ഉണ്ടാക്കാൻ. വലിയ മധുരം ഇല്ലാത്തൊരു പരുവത്തിലാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് സെർവിങ് ബൗൾസിലേക്ക് മാറ്റാം.
നല്ലൊരു ഡെസേർട്ട് കഴിക്കാൻ തോന്നുമ്പോഴൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഓപ്ഷനാണ് മഖാന ഖീർ. ഈ ഒരു അളവെന്ന് പറഞ്ഞാൽ 4 പേർക്ക് സെർവ് ചെയ്യാവുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. നമ്മളിതിനകത്ത് ടേസ്റ്റ് ചെയ്യുമ്പോൾ മധുരം വളരെ വളരെ മിനിമമായിട്ടുള്ള മധുരമേ ഉള്ളൂ. നല്ല മധുരം വേണ്ടവർക്കൊക്കെ ഇച്ചിരി കൂടുതൽ ചേർക്കാം. 1 or 2 ടേബിൾ സ്പൂൺ എക്സ്ട്രാ വേണമെങ്കിൽ ചേർക്കാം. ഈ ഒരു ഡെസേർട്ട് നിങ്ങൾക്ക് തണുപ്പിച്ചോ ചൂടോടെയോ സെർവ് ചെയ്യാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.